ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാട്ടോ. ചപ്പാത്തി, പൂരി, നൂൽപുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 4-5 പച്ചമുളക്, ഒരു സവാള, ഒരു സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണം എല്ലാം മാറിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. അപ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് ആയതുകൊണ്ട് നമുക്ക് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ മറ്റേ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ അത് വെന്ത് കിട്ടുമേ. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാത്തത് കേട്ടോ. കുക്കറിൽ വേണമെങ്കിലും വെക്കാമേ. ഇതുപോലെല്ലാം വഴറ്റിയ ശേഷം കുക്കറിലിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം അല്ല കേട്ടോ, ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാമേ. വേവാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇത് വേവാൻ വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഗരം മസാലയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് വേണം. തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുഴുവൻ കുരുമുളകാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെന്തിട്ടില്ല. നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അധികം താമസമൊന്നും വേണ്ട കേട്ടോ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. ഇത് ഞാൻ കുക്കറിൽ വയ്ക്കാത്തത് ഗ്രീൻ പീസ് ഒന്നും പെട്ടെന്ന് വെന്ത് പോകണ്ടെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും കറി തിളയ്ക്കണ്ട, നല്ലതുപോലെ തവിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നല്ലതുപോലെ ചൂടായാൽ മാത്രം മതി കേട്ടോ. തിളച്ച് ഇതാക്കണ്ടേ, തിളച്ച് വരണ്ട കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചൂടാവുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കാമേ. തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഒന്നുകൂടെ ടേസ്റ്റ് ആട്ടോ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴേ. ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കേട്ടോ പൊടിച്ചത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കിയാൻ പറ്റി. ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം കേട്ടോ. അത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഡിന്നറിനും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ ഞാൻ തന്നെ തടക്കാപ്പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം ചുമന്നുള്ളിയും കരിയാപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയില്ലേ, നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാ അപ്പം തന്നെ അടച്ച് വെച്ചെടുക്കുന്ന അപ്പമാണ്.
അങ്ങനെ അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ, താങ്ക്